ഹായ് എവ്രി വൺ. നോർമലി വീഡിയോസ് പറയുന്ന പോലെ ഒരു സിനിമയെ പറ്റിയോ ഇല്ലെങ്കിൽ ഒരു മേക്കപ്പ് പ്രോഡക്റ്റിനെ പറ്റിയോ അങ്ങനെയൊന്നും പറയാനായിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ റീസെൻ്റ് ആയിട്ട് ഡൽഹിയിൽ നടക്കുന്ന ഒരു പ്രൊട്ടസ്റ്റിനെ കുറിച്ച് ഓൾമോസ്റ്റ് എല്ലാവരും അവെയർ ആണെന്ന് വിചാരിക്കുന്നു. എനിക്ക് കുറച്ച് അവയർനെസ് കൂടുതലാണ്, കാരണം അത് എൻ്റെ ഒരു പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ ആസ് എൻ എഡ്യൂക്കേറ്റർ എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതലുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ അധികം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ഡൽഹിയിൽ നടക്കുന്ന യൂത്തിൻ്റെ കാര്യം എന്ന് പറയുന്നത് അവർക്ക് ഡ്രഗ് കിട്ടാത്തതിനോ അല്ലെങ്കിൽ വേറുള്ള ഭയങ്കരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല അവർ പ്രൊട്ടസ്റ്റ് നടത്തുന്നത്. അവരുടെ ബേസിക് ആയിട്ടുള്ള കാര്യം മര്യാദക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ യൂത്ത് ഇപ്പോൾ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്, അവർ സ്ട്രൈക്ക് നടത്തുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് പറയേണ്ടത് നീറ്റ് എക്സാമിനെ കുറിച്ചാണ്. കുറേ പേര് പറയുന്നുണ്ടായിരുന്നു എക്സാം 2 വട്ടം നടത്തിയാൽ എന്താണ് പ്രശ്നം, ഓൾറെഡി പഠിച്ചിരിക്കുന്ന കാര്യമാണല്ലോ. അത് കുറച്ച് വിവരമില്ലാത്തവർ പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ലോട്ട് ഓഫ് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, വർഷങ്ങളായിട്ട് ഒരു കുട്ടിയുടെ ഹാർഡ് വർക്ക് ആയിരിക്കും ആ എക്സാം എന്ന് പറയുന്നത്. ഈ ഹാർഡ് വർക്ക് എന്ന് പറയുമ്പോൾ കുത്തിയിരുന്ന് വായിച്ച് പഠിക്കാൻ മാത്രമല്ല, മോർ ദാൻ ദാറ്റ് അവരുടെ പ്രിയപ്പെട്ടവരെ ചിലപ്പോൾ ബർത്ത്ഡേ ഉണ്ടാവും, അത് ക്യാൻസൽ ആക്കിയിട്ടുണ്ടാവും, വലിയ ഫെസ്റ്റിവൽസ് ഉണ്ടാവും, ഫാമിലി ഗാദറിങ് ഉണ്ടാവും. ഇതൊക്കെ കളഞ്ഞ് അവരുടെ ഹെൽത്തും ഉറക്കവും ഒക്കെ കളഞ്ഞിട്ടായിരിക്കും ഈ കുട്ടികളെ എക്സാമിലിരുന്ന് പഠിക്കുന്നത്. ചിലപ്പോൾ അച്ഛനമ്മമാരായിട്ട് ഡോക്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, അതിൻ്റെ പാത പിന്തുടർന്ന് വരുന്ന കുട്ടികളുണ്ടാവും. ചിലവർ പഠിക്കാൻ നല്ല ബ്രില്യൻ്റ് ആയിരിക്കും, പക്ഷെ വീട്ടിൽ സാമ്പത്തികമായിട്ട് പ്രശ്നമുണ്ട്, പക്ഷെ പഠിച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്ന് പറയുന്ന കുട്ടികളുണ്ടാവും. അങ്ങനെ പല രീതിയിലുള്ള മേഖലയിലുള്ള കുട്ടികളാണ് ഈ എക്സാം എഴുതുന്നത്. പക്ഷെ നമ്മുടെ സിസ്റ്റം ഇങ്ങനത്തെ പണി കാണിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികൾ എന്ത് ചെയ്യും? ഒന്നുകൂടെ എക്സാം നടത്താം, എക്സാം പേപ്പർ ലീക്ക് ആവുന്നു. ഇത് നീറ്റ് എക്സാമിന് മാത്രമല്ല, നെറ്റ് എക്സാമിൻ്റെ കാര്യത്തിലാണ്. ഞാനിപ്പോൾ ഒരു 1-2 വട്ടം ഞാൻ നെറ്റ് എക്സാം എഴുതിയിട്ടുണ്ട്. ഈ റീസെൻ്റ് ആയിട്ട് എഴുതിയ എക്സാമിന് പറയുന്നുണ്ടായിരുന്നു അത് റിപ്പീറ്റ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് കട്ട് ഓഫ് അങ്ങനത്തെയൊക്കെ പറയുന്നുണ്ടായിരുന്നു, കട്ട് ഓഫ് കൂട്ടും, അങ്ങനത്തെ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. പിന്നെ എന്തിനു നമ്മൾ പൈസ മുടക്കി എക്സാം ഒക്കെ എഴുതുന്നത്? അതിനൊന്നും ഒരു അർത്ഥമില്ല. കാരണം ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന പിള്ളേർക്ക് ഒരു ഇമ്പോർട്ടൻസും കൊടുക്കാതെ അതിൻ്റെ അത് മാനിപ്പുലേഷനൊക്കെ ചെയ്ത് അവരുടെ ഭാവി തൊലയ്ക്കുകയും ആത്മഹത്യയിലേക്ക് വരെ അവരെ എത്തിക്കുന്ന ടൈപ്പ് ഓഫ് സിസ്റ്റം നമുക്ക് എന്തിനാണ്? ഞാനിപ്പോൾ പറയുമ്പോൾ ഒരു പാർട്ടിനെ ബേസ് ചെയ്തൊന്നും ഞാൻ പറയില്ല. ഞാനൊരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ രീതിയിൽ മാത്രമേ പറയുള്ളൂ. ഞാൻ ഒരു പാർട്ടിനെയും സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. ആസ് എൻ എഡ്യൂക്കേറ്റർ എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു സാധനം ഭയങ്കര പഠിപ്പിയൊന്നും അല്ലെങ്കിൽ പോലും നമുക്കൊരു ഒരു എക്സാമിന് പ്രിപ്പയർ ആകുമ്പോൾ അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ നമുക്കറിയാം. അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും മനസ്സിലായി +2 ഒക്കെ കഴിഞ്ഞ് പിള്ളേർ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷന് വേണ്ടിയിട്ട് സ്ട്രെസ്ഫുൾ ആയിട്ടിരുന്ന് പഠിക്കുന്നതുമല്ല. ചിലർ ഫാമിലി ആയിട്ട് അവരെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇമ്പോസ് ചെയ്ത് കൊണ്ടുവിടുന്നതായിരിക്കാം. അപ്പോൾ അവർക്ക് വേറൊരു വഴിയില്ലാതെ വരുന്ന കുട്ടികളും ഉണ്ടാവും. എങ്ങനെയെങ്കിലും പഠിച്ചൊന്ന് രക്ഷപ്പെടാൻ വയ്ക്കുമ്പോഴേക്കും സിസ്റ്റം തെക്കോട്ടും അവരുടെ ആഗ്രഹങ്ങൾ വടക്കോട്ടും നടക്കുന്നത്. പിന്നെ എങ്ങനെ നമ്മുടെ രാജ്യം നന്നാവും? ഇത് കാണുമ്പോൾ ചിലപ്പോൾ എനിക്ക് തെറിവിളി കേൾക്കാമായിരിക്കും, പക്ഷെ എനിക്കിത് പറയണമെന്ന് തോന്നി. കാരണം പിള്ളേർ കിടന്ന് അടിയും കുത്തൊക്കെ കൊണ്ടുവന്ന് കാണുമ്പോൾ ഈ ബാരിക്കേഡ് ചാടി കടക്കുന്നു, ആ പ്രശ്നങ്ങൾ